നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. കേരളം ഇസ്ലാമിക തീവ്രവാദികൾ അവരുടെ കളിയരങ്ങാക്കാനുള്ള ശ്രമം തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഇവിടുത്തെ ഇടതിനും വലതിനും കൂടി സംഘടിത വോട്ട് ബാങ്കിന്റെ കനം നോക്കി ഒളിഞ്ഞും തെളിഞ്ഞും അതിന് വേണ്ട രീതിയിൽ പിന്തുണ കൊടുക്കുന്നതും നമ്മൾ ദിവസേന എന്നോണം കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീവ്രവാദ ശക്തികൾ അവരുടെ ഒരു സുഖവാസ കേന്ദ്രം എന്ന രീതിയിൽ വരെ കേരളത്തെ കാണുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നാൽ അനിയാ നിൽ, അങ്ങനെ അങ്ങ് സുഖിക്കാൻ വരട്ടെ എന്ന് തീവ്രവാദികളോടും അവരെ പിന്തുണയ്ക്കുന്നവരോടും പറഞ്ഞിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഉൾപ്പെടെ 3 ഇടങ്ങളിൽ യൂണിറ്റുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് അഥവാ NSG അഥവാ കേന്ദ്രത്തിന്റെ സ്വന്തം കരിമ്പൂച്ചകൾ. സുരക്ഷാ കാരണങ്ങളെ തുടർന്നാണ് ശക്തമായ ആഭ്യന്തര ബാഹ്യ ഭീഷണി നിലനിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന സ്ഥലങ്ങളിൽ സുരക്ഷാ സേനാ സംഘം താവളം ഒരുക്കുന്നത്. കേരളത്തെക്കുറിച്ച്, ഇവിടുത്തെ സാഹചര്യത്തെക്കുറിച്ചും അല്പമെങ്കിലും അറിയുന്ന ഏതൊരാളും നിസ്സംശയം പറയും ഇത് കുറച്ചു മുമ്പ് തന്നെ ആകേണ്ടിയിരുന്നുവെന്ന്. കാരണം അത്രമാത്രമാണ് ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ആശയങ്ങൾ ഇവിടെ പടർന്നിരിക്കുന്നത്. 2047 ഇന്ത്യ ഇസ്ലാമിക രാജ്യമാക്കുക എന്ന ആശയം പിറന്നത് തന്നെ കേരളത്തിൽ അതിന്റെ തുടക്കമിട്ടുകൊണ്ടാണ്. അത്തരത്തിൽ ചിന്തിച്ച് സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചെങ്കിലും ഇപ്പോഴും അവർ നിക്ഷേപിച്ച വിഷവിത്തുക്കൾ അവിടെ ബാക്കിയുണ്ട്. കേരളത്തിനു പുറമെ ജമ്മു കാശ്മീരിലെ പഠാൻകോട്ട്, ഉത്തർപ്രദേശിലെ അയോധ്യ എന്നിവിടങ്ങളിലാണ് NSG യൂണിറ്റ് സ്ഥാപിക്കുക. ജമ്മു കാശ്മീരിലും അയോധ്യയിലും സ്ഥാപിക്കുന്ന NSG യൂണിറ്റുകൾ കേരളത്തിൽ സ്ഥാപിക്കണമെങ്കിൽ എത്രമാത്രം ദയനീയമായ സാഹചര്യമായിരിക്കും കേരളത്തിൽ ഉള്ളതെന്ന് ഏതൊരു മലയാളിയും ചിന്തിക്കേണ്ടതാണ്. അയോധ്യയിലാകും ഏറ്റവും ആദ്യം NSG യൂണിറ്റ് വരിക. അടുത്ത 2 മാസത്തിനുള്ളിൽ ഇവിടെ ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. കേരളത്തിലും പഠാൻകോട്ടിലും ഈ വർഷം അവസാനത്തോടെ യൂണിറ്റുകൾ സജ്ജമാകും. പ്രാദേശിക പോലീസുമായും CAPFുമായും സഹകരിച്ചായിരിക്കും ഓരോ യൂണിറ്റിലെയും NSGയുടെ പ്രവർത്തനങ്ങൾ. ഭീകരാക്രമണ ഭീഷണി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിലാണ് അയോധ്യയിൽ യൂണിറ്റ് സ്ഥാപിക്കാനുള്ള സുരക്ഷാ സേനയുടെ തീരുമാനം. രാമക്ഷേത്രം തുറന്നതിന് പിന്നാലെ നിരവധി ഭീകര സംഘടനകളാണ് അയോധ്യ ലക്ഷ്യമിട്ടിരിക്കുന്നത് എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. ഈ സാഹചര്യത്തിലാണ് അയോധ്യയിലെ യൂണിറ്റിന് പ്രഥമ പരിഗണന നൽകുന്നത്. കേരളവും കാശ്മീരും ഇസ്ലാമിക രാജ്യത്തെ സംബന്ധിച്ച് തന്ത്രപ്രധാന മേഖലകളാണ്. ഇരു മേഖലകളിലും ഇപ്പോൾ ഇസ്ലാമിക ഭീകരരുടെ സ്വാധീനം ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്ലാമിക ഭീകര താവളങ്ങൾ രൂപപ്പെടുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇരു പ്രദേശങ്ങളിലും യൂണിറ്റ് സ്ഥാപിക്കാൻ തീരുമാനിച്ചത്. നിലവിൽ NSGക്ക് രാജ്യത്തെ വിവിധയിടങ്ങളിലായി 5 കേന്ദ്രങ്ങളുണ്ട്. 3 കൂടി പ്രവർത്തനക്ഷമമാകുന്നതോടുകൂടി ഇത് 8 ഉയരും. ഭീകരവാദികളെ എതിരിടാൻ താരതമ്യേന എളുപ്പമാണ്. എന്നാൽ ഒളിച്ചിരിക്കുന്ന ഭീകരവാദികളെ പിടികൂടാനാണ് കൂടുതൽ വിഷമം. നമ്മുടെ മുഖ്യധാര പാർട്ടികളുടെ ഉള്ളിൽ നുഴഞ്ഞുകയറി അവരെ കൊണ്ട് തന്നെ പലതും ചെയ്യിപ്പിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന തീവ്രവാദികളുടെ കൂടെ NSG പുറത്തു കൊണ്ടുവരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.